കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ടും വൈദ്യുതിയും വെള്ളവും എത്തിക്കാത്തതിനാൽ പ്രവർത്തനം തുടങ്ങാതെ കിടന്ന ഉപ്പുതറയിലെ സ്ത്രീ സൗഹൃദ ശൗചാലയത്തിന് ശാപമോക്ഷമാകുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് പഞ്ചായത്തിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. വൈദ്യുതിയും വെള്ളവും എത്തിച്ച് ഒരു മാസത്തിനുള്ളിൽ ശൗചാലയം തുറന്നു നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉപ്പുതറ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഒരു സ്ത്രീ സൗഹൃദ ശൗചാലയം എന്ന രീതിയിൽ പണി കഴിപ്പിക്കുകയും ഇത് പ്രവർത്തനരഹിതമായി കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വൈദ്യുതിയും വെള്ളവും അടക്കം ഇവിടേക്ക് എത്തിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ആ കാര്യത്തിൽ പഞ്ചായത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഏത് തരത്തിലാണ് ഇപ്പം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതാണ്, ഒരു ബിൽഡിംഗ് ആണ്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ അത് ആളുകൾക്ക് പ്രയോജനപ്പെടാതെ കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ പണി പൂർത്തീകരിച്ചാലും മറ്റേ വെള്ളത്തിനുള്ള സൗകര്യവും അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജ് ടാങ്കിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം പദ്ധതിയിൽ നമ്മളിത് പ്രോജക്റ്റ് വെക്കുകയും അതിൻ്റെ പ്രകാരമായിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒരു കൊൽക്കണ്ട് കുത്താനായിട്ടുള്ള സംവിധാനമാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗമാക്കാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലാണ് ഉള്ളത്. എത്ര ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത്? എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രൂപയാണ് വെച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊൽക്കണ്ടറും പിന്നെ നമ്മുടെ ടാങ്ക് അനുബന്ധ സംവിധാനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് കണക്ഷൻ എടുക്കണം, വൈദ്യുതി കണക്ഷൻ കൂടെ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. വേഗത്തിൽ തന്നെ ചെയ്യും. നമുക്ക് 2-3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്വില്ല് അംഗീകരിച്ച് കിട്ടിയ ഉടൻ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അറിയാം. അടുത്ത മാസത്തിന് നമുക്ക് തുറന്നു കൊടുക്കണം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് വലിയ ചർച്ചയായി മാറിയിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിലൊരു വലിയ ബിൽഡിംഗ് പണിയുകയും അശാസ്ത്രീയമായ രീതിയിൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും ഈ പഞ്ചായത്ത് ഭരണസമിതി വാർത്തയിലൊരു അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് തുറന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടികൾ പൂർത്തീകരിച്ചു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.